ഹലോ, വെൽക്കം ബാക്ക് ടു PSC കോഡ്സ് ആൻഡ് ടിപ്സ്. തമിഴിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മളിന്ന് ഏതൊക്കെ ബുക്സാണ് പഠിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു 35 മാർക്കിൽ മാത്രം നിന്നിരുന്നത് ഒരു നല്ലൊരു മാർക്കിലേക്ക് എത്താൻ സഹായിച്ചത് എന്നൊക്കെയുള്ള കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. PSC പഠനത്തിനായിട്ട് ഇറങ്ങുന്നവർ ആദ്യം വാങ്ങുന്ന ഒരു കാര്യമാണ് ഒരു റാങ്ക് ഫയൽ. അത് എത്രത്തോളം യൂസ് ചെയ്യുമെന്ന് അറിയില്ല, പക്ഷേ ആദ്യത്തെ 1-2 ദിവസം എന്തായാലും നന്നായിട്ടും അത് എല്ലാ ഭാഗവും വായിച്ചു നോക്കും. അങ്ങനെ ഞാനൊരു റാങ്ക് ഫയൽ വാങ്ങിച്ചു. ഞാനൊരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്നുണ്ടായിരുന്നു. അവിടെ ടോപ്പിക് വൈസ് എക്സാം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ റാങ്ക് ഫയൽ വാങ്ങിച്ച് അത് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് എക്സാമിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ റാങ്ക് ലിസ്റ്റ് എക്സാം, മോഡൽ എക്സാം ഒക്കെ വരുമ്പം ഒരു ഇമ്പ്രൂവ്മെൻറ്റും എൻ്റെ മാർക്കിലുണ്ടായിരുന്നില്ല. ആദ്യം ഉണ്ടായിരുന്ന അതേ മാർക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. റാങ്ക് ഫയൽ പഠിക്കുമ്പോൾ തന്നെ ഒരു മടുപ്പുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേജസ് ഉണ്ട്. അത് കാണുമ്പം തന്നെ നമുക്ക് പഠനത്തിനോടൊരു മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഞാനൊരു സൺഡേ ബാച്ച് ജോയിൻ ചെയ്തത്. അവിടെ PYQ ബുക്ക് വെച്ചാണ് പഠിച്ചിരുന്നത്. പേജ് നമ്പർ പറയുക, അത് നമ്മൾ പഠിച്ചുകൊണ്ടാവുക എന്നുള്ളൊരു രീതിയായിരുന്നു. ഏറ്റവും എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു മെത്തേഡാണ്. കാരണം PYQ നമ്മൾ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ആയിട്ട് ഒരു പരിചയം വരും. അതിന് ഞാൻ ഉപയോഗിച്ച ബുക്കായിരുന്നു ഫോക്കസിൻ്റെ PYQ ഉള്ള ബുക്കാണ്. ൻ്റെയും ടാലൻറ്റിൻ്റെയും PYQ ഉള്ള ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. രണ്ടും നല്ല ബുക്കാണ്. പിന്നെ വലിയൊരു മാറ്റം മാർക്കിൽ വരാൻ എന്നെ സഹായിച്ചത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഇത് ഡെയിലി പഠിക്കാൻ തുടങ്ങി. അതിനായിട്ട് ഞാൻ മാത്സ് പഠിക്കാനായിട്ട് ടാലൻറ്റ് അക്കാഡമിയുടെ ഗണിതം, മത്സര പരീക്ഷയിലെ ഗണിതം എന്ന് പറഞ്ഞാൽ ഈ ബുക്കാണ് യൂസ് ചെയ്തത്. ഓരോ പ്രോബ്ലം ഞാനിതിൽ ചെയ്ത് പഠിക്കാൻ തുടങ്ങി. മലയാളവും ഇംഗ്ലീഷും PYQ ചെയ്തിട്ടാണ് പഠിച്ചത്. പിന്നീട് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത് SCERT കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ SCERT നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. ഓരോ ചാപ്റ്റേഴ്സ് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിനും നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലൈബ്രറിയിലൊക്കെ ഉള്ളത് ഇതിനോട് കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കും. അതിൽ തന്നെ PYQs വരുന്നത് അവിടെ എഴുതി വെക്കും. അപ്പോൾ ഒരു നോട്ടിൽ ഒരു ചാപ്റ്റർ എടുത്താൽ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളും അതിലുണ്ടാവും. ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോയത്. പിന്നെ SCERT കംപ്ലീറ്റ് ചെയ്യാൻ സഹായിച്ച മറ്റു 2 ബുക്കുകളാണ് എൻ്റെ PSC ക്ലാസ് റൂം എന്ന് പറഞ്ഞ ബുക്കും ബെസ്റ്റിൻ്റെ പാഠപുസ്തകത്തിലൂടെ PSC എന്ന് പറഞ്ഞ ഈ 2 ബുക്കും നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഓരോ തവണ റിവിഷൻ ചെയ്യുമ്പോൾ അതിൽ ഞാൻ ടിക്കിട്ട് വെക്കാൻ തുടങ്ങി. നമ്മൾ എത്ര പ്രാവശ്യം ആ ചാപ്റ്ററിലൂടെ പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ സിലബസ് അനുസരിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓരോ എക്സാമിൻ്റെയും സിലബസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മളത് നോട്ട് ചെയ്ത് വെക്കുക, പ്രിൻ്റ് എടുക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ആയിരിക്കണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഓരോ എക്സാം വരുമ്പോൾ അതിനനുസരിച്ചുള്ള ബുക്ക് വാങ്ങിക്കണം എന്നൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ സിലബസിലെ മാറ്റം കണ്ടുപിടിച്ച് ആ ടോപ്പിക്ക് ആഡ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ UPSC എക്സാം വരുമ്പോൾ അതിനുള്ള റാങ്ക് ഫയൽ, LDCക്ക് വരുമ്പോൾ വേറൊരു റാങ്ക് ഫയൽ, അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള ബുക്സ് ഉപയോഗിച്ച് എഫക്റ്റീവായിട്ട് പഠിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത്. PYQ പഠിക്കുന്ന കാര്യത്തിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം. നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത്. ഇത് എൻ്റെ കയ്യിൽ PSC ബുള്ളറ്റിൻ്റെ ഒരു ബുക്കാണ്. ഇത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സ്പൈറൽ ബൈൻഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിലുള്ളതും നോക്കാറുണ്ട്. ഇത് ബെസ്റ്റിൻ്റെ ഒരു ബുക്കാണ്. ഞാൻ PYQ പഠിക്കാൻ UPSC എക്സാമിന് വേണ്ടിയിട്ട് PYQ പഠിക്കാനായിട്ട് ഉപയോഗിച്ച ബുക്കാണ്. ഇതിൽ LP UP സ്കൂള്, നഴ്സറി സ്കൂൾ ടീച്ചർ, പ്രീ പ്രൈമറി ടീച്ചർ ഇവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ബുക്കാണ്. ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ട് ഇതിൽ. തൊഴിൽ വാർത്ത നോക്കാറുണ്ട്. തൊഴിൽ വാർത്തയിൽ വരുന്ന മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാറുണ്ട്. ഹരിശ്രീയിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സൊക്കെ പഠിക്കാനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മൾ PYQ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് നമ്മൾ ടൈം വെച്ചിട്ട് OMR ഷീറ്റ് തന്നെ ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതായത് ആ ടൈമിനുള്ളിൽ നമുക്ക് എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു OMR ബുക്ക് വാങ്ങിച്ചാൽ മതി. അതിൽ നമുക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. PYQ ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആദ്യമൊക്കെ വളരെ മാർക്ക് കുറവായിരിക്കും. നമ്മൾ 35, 40 ആ മാർക്കിലൊക്കെ തന്നെ ആയിരിക്കും കുറേ ഉണ്ടാവുക. പിന്നീടാണ് നമ്മൾ ചെയ്താണ് പതിയെ നമുക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും കാണാൻ പറ്റും. അത് ഷുവറാണ്. എനിക്ക് ബിഗിനേഴ്സിനോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ ഇപ്പം തന്നെ ഈ PYQലേക്ക് മാറി തുടങ്ങുക. കാരണം റാങ്ക് ഫയൽ പഠിച്ച് ഒരുപാട് സമയം കളയുന്നതിൽ എനിക്ക് തോന്നുന്നത് PYQ പഠിക്കുന്നത് തന്നെയാണ് എഫക്റ്റീവ് എന്നാണ്. ഇപ്പം ഞാനൊരു ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു UPSC എക്സാമിന് വേണ്ടിയിട്ട്. അവിടെ കംപ്ലീറ്റ്ലി സിലബസ് ബേസ്ഡ് ആണ് ക്ലാസ് ഉണ്ടായിരുന്നത്.
SCERT NCERT കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നോട്ട്സാണിത്. ഞാൻ ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസിൽ വരുന്ന കാര്യങ്ങൾ എഴുതി വെച്ച് മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ കവർ ചെയ്തതെന്നുള്ളത് അറിയാൻ പറ്റും. ഈ നോട്ട്സ് തന്നെയാണ് ഞാൻ LDCക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്താൽ മതി. പലരെയും കണ്ടിട്ടുണ്ട്, കോച്ചിങ്ങിന് ജോയിൻ ചെയ്താൽ അല്ലെങ്കിൽ പഠിക്കാൻ തുടങ്ങിയാൽ ഒരാളൊരു ബുക്ക് നല്ലതാണെന്ന് പറയും, അതിന് പിന്നാലെ പോവും. അടുത്ത ആൾ മറ്റൊരു ബുക്ക് നല്ലതാണെന്ന് പറയും, അതിന് പിന്നാലെ പോവും. അത്തരത്തിൽ ഓരോ ഇതിനനുസരിച്ചും ബുക്ക് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ എഫക്റ്റീവായിട്ട് പഠിച്ചാൽ മതി. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ഷൻ വെച്ച് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു മാർക്കിലൊരു മാറ്റം വരുത്താൻ സാധിക്കുക. നമ്മളെന്നും 35 മാർക്ക് 45 മാർക്ക് ആ ഒരു റേഞ്ചിൽ നിന്ന് നമുക്കൊരു മാറ്റം വേണമെങ്കിൽ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പഠിക്കാം. അതോടൊപ്പം തന്നെ PYQ നന്നായിട്ട് പഠിക്കാം. ഈ ഒരു രീതിയിലേക്ക് പഠനം മാറ്റിയപ്പോഴാണ് എനിക്ക് എൻ്റെ മാർക്കിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്. അവരുണ്ട് ഇപ്പം 35 മാർക്ക് 45 മാർക്ക് ആ റേഞ്ചിൽ നിൽക്കുന്നവർ, അവരിപ്പം പഠിച്ച കാര്യം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക, പിന്നെ മാർക്ക് കൂടുന്നില്ല എന്ന് പറഞ്ഞ് പഠനം നിർത്തുക. അങ്ങനെയുള്ളവർ പഠന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തി ഒന്ന് നോക്കുക. അപ്പോൾ എന്തെങ്കിലും മാറ്റം നമ്മുടെ മാർക്കിലുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. റിവിഷൻ വീഡിയോസും കണക്ഷനും വെച്ചിട്ടുള്ള പഠന രീതിയൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോകുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.